നമസ്കാരം, ഞാൻ സത്യനന്ദിക്കാട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഈ മാലിന്യ സംസ്കരണം. അതായത് ജൈവ മാലിന്യങ്ങളല്ലാതെ തന്നെ അജൈവ മാലിന്യങ്ങൾ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ മരങ്ങൾ, തടിക്കഷ്ണങ്ങൾ, ഇതെല്ലാം എങ്ങനെയാണ് നശിപ്പിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മാറ്റി കൊടുക്കുക, കളയുക എന്നുള്ളതിനെ പറ്റി വളരെ വലിയ കൺഫ്യൂഷൻസ്. പലപ്പോഴും പല വീടുകൾ മാറിപ്പോകുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്തത്തോളം അജൈവ മാലിന്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇപ്പോൾ ക്ലീൻ കേരള കമ്പനിയുടെ ഒരു പുതിയ വിഷൻ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ NB രാജേഷ് മിനിസ്റ്ററുടെ ഒരു പദ്ധതിയായിട്ട് വേണമെങ്കിൽ പറയാം. ഒരു എക്കോ ബാങ്ക് നമ്മുടെ നാട്ടിൽ ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന വസ്തുക്കൾ, അതായത് ഒരു വീട് മാറിപ്പോവുകയോ ഫ്ളാറ്റ് മാറിപ്പോവുകയോ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത അജൈവ വസ്തുക്കൾ, അജൈവ മാലിന്യങ്ങൾ എക്കോ ബാങ്കിനെ സമീപിച്ചാൽ അവിടെ കൊടുക്കാം. അവിടെ കൊടുത്തിട്ട് അത് വില വാങ്ങാൻ പറ്റുന്നതാണെങ്കിൽ ഇങ്ങോട്ട് വാങ്ങാം, അതല്ലെങ്കിൽ അവർക്ക് അതിന്റെ എമൗണ്ട് കൊടുത്തിട്ട് അത് സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. എന്തായാലും നമ്മുടെ വീടും പരിസരവും ശുചീകരിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു മെത്തേഡാണ്, വളരെ നല്ലൊരു മാർഗമാണ് ഈ എക്കോ ബാങ്കുമായിട്ടുള്ള സഹകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി മേലും നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ പാർക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാകുന്ന അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായിട്ട് എക്കോ ബാങ്കിനെ സമീപിക്കുന്നു.